കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ചിരട്ടക്കോണം സ്വദേശി 74-കാരിയായ ഓമനയമ്മയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. മകളും മരുമകനും വീട്ടിലുണ്ടായിരുന്നു. രാവിലെ ഓമനയമ്മയും കുട്ടപ്പനും കിടന്നിരുന്ന മുറിയിൽ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഏറെ നേരം വിളിച്ചു. ഒടുവിൽ വാതിൽ തുറന്നപ്പോഴാണ് വെട്ടേറ്റു നിലത്ത് കിടക്കുന്ന ഓമനയമ്മയുടെ മൃതദേഹം കണ്ടത്. ഉടൻ തന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് സംഘം കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്തു. രാവിലെ 6 മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത്, നമ്മുടെ വീടിന് സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട്. ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ്. പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ റൂം മുഴുവനും ബ്ലഡ് കിടക്കുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ കൊട്ടാരം സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞു. ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ്. റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട്, ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട്. അങ്ങനെ വളരെ നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത്. കശുവണ്ടി തൊഴിലാളിയായിരുന്ന ഓമനയമ്മ അവിടെ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണം ആർക്കോ പലിശയ്ക്ക് കൊടുത്തതിലുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഓമനയമ്മയുടെ കഴുത്തിനു പിൻഭാഗത്തായി ആഴത്തിൽ വെട്ടേറ്റിരുന്നു. കൃത്യത്തിനുപയോഗിച്ച വെട്ടുകത്തിയും മുറിക്കുള്ളിൽ നിന്നും കണ്ടെത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടപ്പൻ കുറ്റസമ്മതം നടത്തി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ജനം, കൊല്ലം.